നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ സർക്കാർ മുൻകൂറായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 6000 രൂപയോളം അർഹതയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഇലക്ഷനും കൂടി അടുത്തു വരികയാണ്. പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ പിന്നീട് ആനുകൂല്യം വിതരണം ചെയ്യുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിനാണ് മുൻകൂട്ടി വിതരണ തീയതി അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അനുവദിച്ച് ഉത്തരവിറക്കിയിട്ടുള്ളത്. നിലവിൽ 63 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുതുതായിട്ട് ചേർക്കപ്പെടുന്നവർ, പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നവർ, അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അർഹതയുള്ളവർക്കെല്ലാം എല്ലാ മാസങ്ങളുടെയും 25-ാം തീയതി മുതൽ മാർച്ച്, ഏപ്രിൽ, മെയ് തുടങ്ങിയ 3 മാസങ്ങളിൽ 25-ാം തീയതി മുതൽ 2000 രൂപയുടെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അതോടൊപ്പം തന്നെ വിതരണം ചെയ്യേണ്ട ആളുകളുടെ എണ്ണം, തുക ലഭിക്കേണ്ട ആളുകളുടെ എണ്ണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പഞ്ചായത്ത് ഡയറക്ടർ അറിയിക്കുന്ന മുഖാന്തരം അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷനൊക്കെയാണ് എങ്കിൽ സേവനയിൽ എത്ര അംഗങ്ങളുണ്ടോ, അതായത് സേവനയിൽ രേഖപ്പെടുത്തിയ ഗുണഭോക്താക്കളുടെ എണ്ണത്തിനൊക്കെ ആനുപാതികമായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണം അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പെൻഷൻ വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കുക. 3 മാസത്തേക്കുള്ള പെൻഷൻ നമുക്ക് ഉറപ്പായി കഴിഞ്ഞു. വിതരണത്തിന് വേണ്ടിയുള്ള ക്രമീകരണവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുൻകൂറായിട്ട് ഇപ്പോൾ അനുവദിച്ച് ഉത്തരവായിരിക്കുകയാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പദ്ധതി, കണക്ട് ടു വർക്ക്, സ്കോളർഷിപ്പ് തുടങ്ങിയ സ്കീമുകളുടെ ആനുകൂല്യവും ഈ മാസം തന്നെ വിതരണം ഉണ്ടായിരിക്കും. 25-ാം തീയതിയോടൊക്കെ തന്നെയായിരിക്കും ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുക. സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പ്രത്യേകമായിട്ട് ഉത്തരവുകൾ മുൻകൂറായിട്ട് ഇറക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ടു വർക്ക് ലഭിക്കേണ്ടവർക്ക് 2ാം ഗഡു, അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ 2ാം ഗഡു, ഇങ്ങനെ വിവിധ ആനുകൂല്യങ്ങൾ ഈ സമയത്ത് വിതരണം നടക്കുന്നതായിരിക്കും. 25-ാം തീയതി മുതലൊക്കെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ വളരെ വൈകാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ കർഷകർക്ക് 2024 ഉഷ്ണതരംഗം മൂലം അല്ലെങ്കിൽ വേനൽ മൂലമൊക്കെ നമ്മുടെ കൃഷിയിടത്തിന് എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മുൻപ് നമുക്ക് അപേക്ഷ വയ്ക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ അപേക്ഷ വെച്ചവർക്ക് വിതരണത്തിന് വേണ്ടി തുക തയ്യാറായിട്ടുണ്ട്. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ തുക ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഒന്ന് പരിശോധിക്കുക. ആനുകൂല്യങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ കൃഷിഭവനിൽ അന്വേഷിക്കുക ഏത് സമയത്താണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുക. അതുമാത്രമല്ല നമ്മളുടെ അപേക്ഷകൾ പാസ്സായിട്ടുണ്ടെന്നൊക്കെ കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കുക. കാരണം വിവിധ ജില്ലകളിൽ ഇപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ചവർക്കുള്ള ആനുകൂല്യ വിതരണം നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ അപേക്ഷ വെച്ചിട്ടുള്ള കർഷകരെല്ലാം തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.